നമസ്കാരം. എവൺ ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായി നിർമ്മിച്ചിരിക്കുന്ന എക്കോ ഷോപ്പുകൾ എന്തുകൊണ്ട് പ്രവർത്തനരഹിതമായി എന്ന് കൃഷി ഓഫീസർ വിശദീകരിക്കുന്നു. എക്കോ ഷോപ്പിന്റെ പ്രവർത്തനത്തിന്റെ പദ്ധതികൾ നിയമാനുസൃതമായി സ്ഥിരമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ വിശദീകരിച്ചു. നമ്മളവിടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇക്കോ ഷോപ്പ് അവിടെ ഇപ്പോൾ പ്രവർത്തനം നിലച്ചിട്ടാണുള്ളതിൻ്റെ ഒരു പരാതിയുണ്ട്. അവിടെ ഈ കൃഷി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അങ്ങനെ പറഞ്ഞത്. അതെന്താണ് സാറേ അതിനെ പറ്റുന്ന സാർ പറയുന്നത്? അതിനൊരു അടിസ്ഥാനമില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ലാഭകരമായി വിറ്റഴിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെ തിരുമേനിയിലും അതുപോലെ തന്നെ പുളിങ്ങോത്തും 2 എക്കോ ഷോപ്പുകൾ ആരംഭിച്ചത്. അപ്പോൾ അതിൽ തിരുമേനിയിലുള്ള എക്കോ ഷോപ്പ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ വെച്ച സമയത്ത് അവിടെ ഉണ്ടായ തർക്കങ്ങൾ, അതായത് ആ എക്കോ ഷോപ്പ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എതിർപ്പുകൾ, ആ ഭാഗത്തുള്ള എതിർപ്പുകളാണ് അത് ഇപ്പോൾ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയതെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ, നമ്മളത് പോയി പരിശോധിച്ചിട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിങ്ങോത്തുള്ള എക്കോ ഷോപ്പ് നമ്മളത് ഈ ചെറുപുഴ മറ്റ് പഞ്ചായത്തിൻ്റെ വിൽപ്പന നടത്താൻ സൗകര്യപ്രദമായ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയില്ല. അതിൽ സാങ്കേതികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉൽപ്പന്നങ്ങൾ, നമ്മളെ ജൈവ ഉൽപാദന ഉപാധികൾ മാത്രമാണ് വിൽപ്പന നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ കർഷകരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ കണ്ടെത്തിയാണ് വിൽപ്പന നടത്തേണ്ടത്. അപ്പോൾ അവർ നടത്തുന്ന സമയത്ത് ഒരു ദിവസം അവർ അവിടെ മുഴുവൻ സമയം അവർ ഇതിനു വേണ്ടി അവരുടെ മാൻ പവർ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ആവശ്യമായ സാമ്പത്തിക ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് എല്ലാ സമയത്തും നമുക്ക് അവർക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത അവസ്ഥ. മാത്രമല്ല കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് ഇത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മറ്റ് പ്രവർത്തനങ്ങളാണ് അതിന്റെ തടസ്സം നിൽക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പെട്ടിവണ്ടി, ഒരു സൈക്കിൾ വണ്ടി പോലുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ 8 കൃഷിഭവന്റെയും കീഴിലുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ അവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി പെരിങ്ങോത്ത് ഒരു കേന്ദ്രത്തിൽ വെച്ച് ഉണ്ടാക്കുകയും അത് വിതരണം നടത്തുന്നതിന് വേണ്ടി, വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വണ്ടി പോലുള്ള വണ്ടി അത് നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊണ്ടിറക്കിയതാണ്. നമ്മളിപ്പോൾ ഈ ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൊണ്ടിറക്കി അതിൻ്റെ ഉദ്ഘാടനം വരെ തീരുമാനിച്ചതാണ്. അതിനെതിരെയാണ് ശക്തമായ എതിർപ്പുകൾ വന്നത്. പല കോണിൽ നിന്നും എതിർപ്പുകൾ വരികയും അത് അതിൻ്റെ യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് വാഴയാണ്. ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത്, ഹെക്ടർ കണക്കിന് വാഴ. അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാഴയിൽ നിന്ന് വാഴ യഥാർത്ഥ വിലക്ക് യഥാസമയത്ത് വിൽപ്പന നടത്താൻ പറ്റാത്ത സമയത്ത്, ലാഭകരമായ വിലക്ക് വിൽപ്പന നടത്താൻ പറ്റാത്ത സമയത്ത് അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നം ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ട് ആ ചിപ്സിന് എല്ലാ സമയത്ത് ഏകദേശം വിലയിൽ വലിയ മാറ്റമില്ലാതെ വിൽപ്പന നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ആ ചിപ്സ് വിൽപ്പന നടത്താനാണ് നമ്മൾ ഈ സൈക്കിൾ വണ്ടി അവിടെ ഇറക്കിയ ഉടനെ തന്നെ ഭയങ്കരമായ എതിർപ്പുകൾ വന്നു. എതിർപ്പ് വന്നതുകൊണ്ട് പഞ്ചായത്ത് ഇടപെട്ടിട്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമം നടത്തുന്നുണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി. അതായത് ഈ ബോക്സ്, ഈ സൈക്കിൾ വണ്ടി എന്ന് പറയുന്നത് പെരിങ്ങോം പഞ്ചായത്തിനാണ് ആദ്യം അനുവദിച്ചത്. അപ്പോൾ ഇവിടെയുള്ള കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് വെച്ച സമയത്ത് അവിടെ എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ പഞ്ചായത്തിനെ സമീപിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിച്ചത്. അപ്പോൾ അവിടെ ഇപ്പോൾ ആരംഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നമ്മൾ ഉണ്ടാക്കിയ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷം ഉണ്ടാക്കിയിരുന്ന പാർവത്തുന്നീർ ക്ലസ്റ്ററിന്റെ ഭാഗമായുള്ള പച്ചക്കറി വിപണന കേന്ദ്രം നമ്മുടെ മത്സ്യ മാർക്കറ്റിന് സമീപത്തായിട്ടുണ്ട്. ഇപ്പോഴും ഈ സൈക്കിൾ വണ്ടിയും മത്സ്യ മാർക്കറ്റിന് സമീപത്തായിട്ട് തന്നെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ പഞ്ചായത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല കൃഷിഭവൻ ഉദ്യോഗസ്ഥന്മാർക്ക്, കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ യഥാസമയം ഈ സ്ഥലം പരിശോധിച്ചിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന 2 എക്കോ ഷോപ്പുകൾ, അതായത് 2 വർഷം മുമ്പ് തന്നെ നമ്മളെ പ്രവർത്തനം പൂർണ്ണമായ തോതിൽ ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതിൻ്റെതായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്.
ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, വൺപ്ലസ്, ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920 777 577.